പേർ ചേർന്നാണ് അന്ന് അവളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തത്. ക്രൂരത എന്ന വാക്കിന് പോലും ചിലപ്പോൾ ഇതൊരു നാണക്കേടായേക്കാം. കാരണം ഗോൾഡ് സ്റ്റിക്ക് ഉപയോഗിച്ചുള്ള മർദ്ദനം മുതൽ ഗുഹ്യഭാഗങ്ങളിൽ ബോട്ടിലുകളും ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ചുള്ള പ്രയോഗങ്ങളിലൂടെയും വരെ അവൾക്ക് കടന്നു പോകേണ്ടി വന്നിരുന്നു. തീർന്നില്ല, ആ നരാധമന്മാർ അവളെ കൊണ്ട് പാറ്റയെ തീറ്റിക്കുകയും മൂത്രം കുടിപ്പിക്കുകയും ചെയ്തു. അവളുടെ ശരീരത്തിൽ തീക്കൊള്ളി കൊണ്ട് കുത്തിക്കൊണ്ട് പരിക്കേൽപ്പിച്ചു. വീടിന്റെ മച്ചിൽ തലതിരിച്ച് കെട്ടിയിട്ട് അവളെ ബോക്സിംഗ് ബാഗ് ആക്കുക വരെ ചെയ്തു. പറഞ്ഞു വരുന്നത് ലോകം പോലും നടുങ്ങിപ്പോയ ഒരു ക്രൂര ബലാത്സംഗ കൊലയെക്കുറിച്ചാണ്. വർഷം 1989. ടോക്കിയോ നഗരത്തെ നടുക്കിയ ഒരു വാർത്തയുമായിട്ടാണ് ആ പുലരിയുടെ ആരംഭം. ഒരു പെൺകുട്ടിയെ ഒരു കൂട്ടം യുവാക്കൾ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തിരിക്കുന്നു. സംശയം തോന്നിയ പ്രതികളെ ഒക്കെ തന്നെ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു വരികയാണ്. ഇനിയും 2 പേർ കൂടി ചോദ്യം ചെയ്യുവാനായി ബാക്കിയുണ്ട് സാർ എന്ന് മേലുദ്യോഗസ്ഥരോട് ഒരു പോലീസുകാരൻ വന്ന് പറയുമ്പോൾ കാണുന്നത് പേടിച്ചരണ്ട് നിൽക്കുന്ന 4 കൗമാരക്കാരായ ചെറുപ്പക്കാരെയാണ്. ഇവരാകാൻ സാധ്യതയില്ല, ചെറിയ പയ്യന്മാരല്ലേ, എങ്കിലും ഒന്ന് പേടിപ്പിച്ചു വിടാമെന്നോർത്താണ് അയാൾ അവരുടെ പക്കലേക്ക് എത്തിയത്. എന്നാൽ സാധുക്കൾ എന്ന് കരുതി ചോദ്യം ചെയ്ത ആ ചെറുപ്പക്കാർ എന്ന് വെളിപ്പെടുത്തിയത് ജപ്പാന് മാത്രമല്ല, ഈ ലോകത്തെ മുഴുവൻ നടുക്കിയ, ഉറക്കം കെടുത്തുന്ന ഒരു രഹസ്യമായിരുന്നു. 44 ദിവസത്തോളം നീണ്ടുനിന്ന അതിപൈശാചികമായ ഒരു കൂട്ട ബലാത്സംഗ കൊലയുടെ കഥയാണ് അന്ന് അവർ അവിടെ പറഞ്ഞത്. ടോക്കിയോയിലെ ഒരു പ്രസിദ്ധമായ ഹൈസ്കൂളിലെ എല്ലാവർക്കും പ്രിയങ്കരിയായ വിദ്യാർത്ഥിയായിരുന്നു ജുങ്കോ ഫ്രൂട്ട എന്ന 17കാരി. പഠനത്തിലും മറ്റ് ആക്ടിവിറ്റികളിലുമൊക്കെ അവൾ അവളുടെ കഴിവ് തെളിയിച്ചിരുന്നു. അത് മാത്രമല്ല, അന്നത്തെ ജാപ്പനീസ് വിദ്യാർത്ഥികളിലെ ഒരു ഭൂരിഭാഗം കുട്ടികളും മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയായി നടക്കുന്നതിനിടയിൽ അവൾ ഏറെ വ്യത്യസ്തയായിരുന്നു. ജുങ്കോ ഫറൂട്ടോ മദ്യപിക്കുകയോ മയക്കുമരുന്ന് ഉപയോഗിക്കുകയോ ഒന്നും ചെയ്തിട്ടേയില്ല. മാത്രവുമല്ല, പഠനത്തിനിടയിൽ തന്നെ അവൾ പാർട്ട് ടൈം ജോലിയും ചെയ്തിരുന്നു. അങ്ങനെ മൊത്തത്തിൽ കൂട്ടുകാർക്കിടയിലും അധ്യാപകർക്കിടയിലും അവൾ വളരെ ആകർഷകയായ കുട്ടിയായിരുന്നു. അങ്ങനെ ഒരിക്കൽ അവളുടെ സ്കൂളിലെ ഹിരോഷി മിയാനോ എന്നൊരു ആൺകുട്ടി അവളോട് പ്രണയാഭ്യർത്ഥനയുമായി എത്തുകയും അവളത് നിരസിക്കുകയും ചെയ്യുന്നു. അതവനെ അവന്റെ സഹപാഠികൾക്കിടയിൽ അപമാനിതനാക്കി. അതോടെ അവന്റെ ഉള്ളിൽ അവളോടുള്ള പക വളരാനും തുടങ്ങി. എങ്ങനെയെങ്കിലും ഇതിനൊരു തിരിച്ചടി അവൾക്ക് കൊടുക്കണമെന്നായി പിന്നീട് അവന്. അധികം വൈകാതെ അതിനു പറ്റിയ അവസരവും അവനൊരുക്കി. 1988 നവംബർ 25 രാത്രി ഫറൂട്ടോ തന്റെ പാർട്ട് ടൈം ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ച് ബൈക്കിൽ പോവുകയായിരുന്നു. പെട്ടെന്നൊരു ആളൊഴിഞ്ഞ വഴിയിലേക്ക് അവൾ കടക്കുകയും ഒരു യുവാവ് പെട്ടെന്ന് വഴിയിലെ കുറ്റിക്കാട്ടിൽ നിന്നും പാഞ്ഞു വന്ന് അവളെ ആക്രമിക്കുകയാണ്. ഷിൻജി മിനാറ്റോ എന്ന ചെറുപ്പക്കാരനായിരുന്നു അത്. അവൻ അവളെ ബൈക്കിൽ നിന്നും വലിച്ചെറിഞ്ഞ് എങ്ങോട്ടോ ഓടിപ്പോയി. എന്നാൽ പെട്ടെന്നുള്ള ആക്രമണത്തിൽ ഫറൂട്ടോ ആകെ ഭയപ്പെട്ടു പോയിരുന്നു. കൂടാതെ കൈകാലുകൾക്കൊക്കെ പരിക്കും പറ്റി. അങ്ങനെ റോഡരികിൽ അവശയായി കിടന്ന അവളെ ഹിരോഷി മിയാനോ കാണാൻ ഇടവരികയാണ്. ഒന്ന് എണീക്കുവാൻ പോലും സാധിക്കാത്ത ഫറൂട്ടോയെ മിയാനോ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വീഴ്ചയുടെ അവശതയിൽ ഹിരോഷി മിയാനോയുടെ കണ്ണിൽ ആളിക്കത്തുന്ന പക കാണാൻ അവളെ കൊണ്ടായില്ല. അതെ, അവൾ അറിയുന്നുണ്ടായിരുന്നില്ല തന്റെ ജീവിതം ഇതോടെ അവസാനിക്കുകയാണെന്ന്. ടോക്കിയോയിലെ അഡാച്ചിയിലായിരുന്നു മിനാറ്റോയുടെ വീട്. വീട്ടിൽ മിനാറ്റോയുടെ മാതാപിതാക്കൾക്ക് മുമ്പിൽ അവളെ തന്റെ കാമുകി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവൻ പരിചയപ്പെടുത്തിയത്. വീട്ടിലെത്തി അവന്റെ മുറിയിൽ അവളെ എത്തിച്ച് ഉടനെ തന്നെ അവന്റെ സ്വഭാവം മാറുകയാണ്. ഭീഷണിയുടെ സ്വരത്തിലായി പിന്നെ അവന്റെ പെരുമാറ്റം. എതിർക്കാൻ നോക്കി അവിടെ അവന്റെ കൈക്കരുത്തിൽ മറുപടി കൊടുത്തുകൊണ്ട് ഒതുക്കി നിർത്തി. അതോടെ ഒന്ന് ശബ്ദിക്കാൻ പോലും അവൾക്ക് പേടിയായി. പിന്നീട് ആദ്യം തന്നെ അവൻ ചെയ്തത് ഫറൂട്ടോയെ കൊണ്ട് അവളുടെ മാതാപിതാക്കളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന നീക്കമാണ്. അവൻ അവളോട് അവളുടെ രക്ഷിതാക്കളെ വിളിക്കുവാനും താൻ അപകടത്തിലല്ലെന്നും തന്റെ സുഹൃത്തുക്കളുടെ കൂടെ താമസിക്കാൻ പോവുകയാണ് എന്ന് പറയാനും ആവശ്യപ്പെടുന്നു. ആദ്യം ഒന്നും അവൾ അതിനെ കൂട്ടാക്കിയിട്ടില്ലെങ്കിലും അവന്റെ പീഡനത്തിൽ ഭയന്ന് അവളത് ചെയ്യാൻ കൂട്ടാക്കി. പിന്നീട് അവിടെ നടന്നത് അതിക്രൂരമായ ബലാത്സംഗമായിരുന്നു. തുടർന്ന് ബലാത്സംഗത്തെ കുറിച്ച് വീമ്പിളക്കുവാൻ വേണ്ടി മിനാറ്റോ തന്റെ മറ്റ് 3 സുഹൃത്തുക്കളെ കൂടി വിളിച്ചു വരുത്തുകയാണ്. പിന്നീട് അങ്ങോട്ടുള്ള 44 ദിവസം ഫറൂട്ടോയ്ക്ക് നേരിടേണ്ടി വന്നത് നരകതുല്യമായ യാതനകളായിരുന്നു. നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും ആവാത്ത വിധത്തിലുള്ള ക്രൂരതകളാണ് അന്നവിടെ അരങ്ങേറിയത്.
അതെ, ഇനി ഞാൻ അങ്ങോട്ട് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എത്രത്തോളം കേട്ടു നിൽക്കാനാകുമെന്ന് എനിക്ക് അറിയില്ല. അത്രത്തോളം ആ പെൺകുട്ടിക്ക് അവിടെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ 44 ദിവസങ്ങളിൽ മിക്കവാറും സമയം അവർ ജുങ്കോ ഫറൂത്തോയെ നഗ്നമായി തന്നെ നിർത്തി. തോന്നുന്ന സമയങ്ങളിലൊക്കെ അവളെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു. ജാപ്പനീസ് മാഫിയായ യക്കൂസകൾ അടക്കം വരുന്ന 500ഓളം പേർ അവളെ ആ കാലയളവിൽ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് അനുമാനം. ചില ദിവസങ്ങളിൽ 12 പുരുഷന്മാർ വരെ അവളെ ലൈംഗികമായി പീഡിപ്പിച്ചു. ഇതിനൊക്കെ പുറമെ കടുത്ത ശാരീരിക പീഡനങ്ങളിലൂടെയും മർദ്ദനങ്ങളിലൂടെയും ജുങ്കോ ഫറൂത്തോയ്ക്ക് കടന്നു പോകേണ്ടി വന്നു. ഗോൾഫ് സ്റ്റിക്ക് ഉപയോഗിച്ചുള്ള മർദ്ദനം മുതൽ ഗുഹ്യഭാഗങ്ങളിൽ ബോട്ടിലുകളും ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ചുള്ള പ്രയോഗങ്ങളിലൂടെയും ഒക്കെ അവൾക്ക് കടന്നു പോകേണ്ടി വന്നിരുന്നു. ഈ കാലയളവിൽ ഒന്നും തന്നെ അവൾക്ക് ആവശ്യമായ ഭക്ഷണമോ വെള്ളമോ കൊടുത്തില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും പാറ്റയെ തീറ്റിക്കുകയും മൂത്രം കുടിപ്പിക്കുകയും വരെ ചെയ്തു. അവളുടെ ശരീരത്തിൽ തീക്കൊള്ളി കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചു. വീടിന്റെ മച്ചിൽ തലതിരിച്ച് കെട്ടിയിട്ട് അവളെ ബോക്സിംഗ് ബാഗാക്കി മണിക്കൂറുകളോളം ഫ്രീസറിൽ കിടത്തി. ലൈറ്റർ ഉപയോഗിച്ചും മെഴുകുരുക്കി ഒലിച്ചും കൺപോളകൾ കരിച്ചു കളഞ്ഞു. തുന്നൽ സൂചി കൊണ്ട് ശരീരത്തിൽ തുളയിട്ടു. സിഗരറ്റുകളും ലൈറ്ററുകളും വെച്ച് ശരീരം പൊള്ളിച്ചു. ഇങ്ങനെ അതിക്രൂരമായ പീഡനങ്ങളിലൂടെയാണ് ജുങ്കോ ഫറൂത്തോയ്ക്ക് മരണത്തിന് മുൻപ് കടന്നു പോകേണ്ടി വന്നത്. മർദ്ദനങ്ങൾ അവളുടെ ശ്വാസ പ്രക്രിയയെ താറുമാറാക്കി കളഞ്ഞു. മൂക്കിലൂടെ ശ്വസിക്കാനാകാത്ത വിധം അവളുടെ രക്തയോട്ടം നിലച്ചു തുടങ്ങി. തകരാറിലായ അവളുടെ ആന്തരിക അവയവങ്ങൾ ഭക്ഷണവും വെള്ളവും എടുക്കാതെയായി. ഇത് കുടിക്കുന്ന വെള്ളത്തെ അതുപോലെ തന്നെ പുറന്തള്ളുകയും അവളിൽ അവസാനിച്ച ജലാംശത്തെ കൂടി ഇല്ലാതാക്കുകയും ചെയ്തു. എന്നാൽ അവളുടെ അവസ്ഥ പീഡകരെ കൂടുതൽ ദേഹോപദ്രവങ്ങൾ ഏൽപ്പിക്കുന്നതിലേക്ക് മാത്രമാണ് നയിച്ചത്. 30 ദിവസമാകുമ്പോഴേക്കും ജുങ്കോ ഫറൂത്തോയ്ക്ക് മലമൂത്ര വിസർജനം പോലും അപ്രാപ്യമായ കാര്യമായി. തന്റെ ചുറ്റുമുള്ള നരകത്തിലേക്ക് ഇടഞ്ഞിടഞ്ഞ് നീങ്ങിയ ജുങ്കോ ഫറൂത്തോയുടെ ശ്രവണശക്തി ഇല്ലാതാവുകയും മസ്തിഷ്കം ചുരുങ്ങിപ്പോവുകയും ചെയ്തു. അവൾ മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 44 ദിവസം നീണ്ടുനിന്ന പീഡനത്തിനിടയിൽ തന്നെ ഒന്ന് കൊന്നു കളഞ്ഞുകൂടെ എന്ന് ജുങ്കോ ഫറൂത്തോ പലകുറി അവരോട് ആവർത്തിച്ച് കേണുവെങ്കിലും അവരതിന് തയ്യാറായില്ല. പകരം അവർ അവരെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. മജോങ് എന്നറിയപ്പെടുന്ന ഒരു ചീട്ടുകളിയിൽ പങ്കെടുക്കാൻ വേണ്ടി. കളിയിൽ ജുങ്കോ ഫറൂത്തോ തന്നെയാണ് വിജയിച്ചത്. മരണത്തിലും എന്ന് പറയേണ്ടി വരും. അവളുടെ വിജയത്തിൽ കുപിതരായ പീഡകർ ലോഹത്തിന്റെ വയറുകൊണ്ട് അവളെ തുടരെ മർദ്ദിച്ചു. കാലിലും കയ്യിലും മുഖത്തും വയറിലുമായി എണ്ണയൊഴിച്ച് തീ കൊളുത്തി. തൊട്ടടുത്ത ദിവസം ക്രൂരമായ പീഡനത്തിൽ നിന്നും മരണം കൊണ്ട് അവൾ മുക്തി നേടി. അന്ന് അവൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല നീതി അതായിരുന്നുവെന്ന് തോന്നുന്നു. അത്ര കണ്ട് ദയനീയമായിരുന്നു അവളുടെ അവസ്ഥ. ഇരുഭാഗങ്ങളും കോൺക്രീറ്റ് ചെയ്ത 55 ഗാലൻ വരുന്ന വീപ്പക്കുറ്റിയിലാണ് ജുങ്കോ ഫറൂത്തോയുടെ മൃതദേഹം ആ നരാധമന്മാർ അടക്കം ചെയ്തത്. കൊലപാതകികൾ കോൺക്രീറ്റ് ചെയ്ത ആ വീപ്പക്കുറ്റി ടോക്കിയോയിൽ ഒരു സിമന്റ് ട്രക്കിലേക്ക് നിക്ഷേപിക്കുകയായിരുന്നു ചെയ്തത്. ഒരു മൃതദേഹം ഒളിപ്പിക്കാനും നശിപ്പിക്കാനും എളുപ്പം അത് കാണാത്ത വിധം പരസ്യമായി തന്നെ വെക്കുകയാകും നല്ലത് എന്നൊരു വികല ബുദ്ധിയായിരുന്നു കൊലപാതകികൾക്ക് ആ ശ്രമത്തിലൂടെ തോന്നിയത്. എന്നാൽ കാലത്തിന്റെ കാവ്യനീതി എന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെയാണ് ഈ ക്രൂരത പുറം ലോകം അറിഞ്ഞത്. മണിക്കൂറുകൾക്കകം തന്നെ വിരലടയാള വിദഗ്ധരുടെ സഹായത്തോടെ കൊലപാതകത്തിൽ നേരിട്ട് ബന്ധമില്ലാത്ത ഒരാളെ പിടിക്കാൻ പോലീസിന് കഴിഞ്ഞു. അയാളിലൂടെ കൊലപാതകത്തിന്റെ കണ്ണികളെ ബന്ധിപ്പിച്ച പോലീസുകാർ 1 മാസത്തിനകം തന്നെ കുറ്റവാളികളെ കണ്ടെത്തുകയും ചെയ്തു. പക്ഷേ പ്രായപൂർത്തിയാകാത്തവരായതിനാൽ ജുങ്കോ ഫറൂത്തോയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ 4 പ്രധാന കുറ്റവാളികളുടെ പേരുകൾ ജാപ്പനീസ് കോടതി മറച്ചുവെച്ചു. അത് ജപ്പാനിലാകെ വൻ രോഷത്തിനാണ് കാരണമായത്. തുടർന്ന് അവർക്ക് മുതിർന്നവരുടെ ശിക്ഷകൾ നേരിടേണ്ടി വന്നു. എന്നിരുന്നാലും അവരുടെ കുറ്റകൃത്യങ്ങളുടെ കാഠിന്യം കണക്കിലെടുക്കുമ്പോൾ അവർക്ക് നൽകിയ ശിക്ഷകൾ താരതമ്യേന കുറവായിരുന്നു എന്നതാണ് സത്യം. അവരിൽ 3 പേർക്ക് 8 വർഷത്തിൽ താഴെ മാത്രമാണ് തടവ് ശിക്ഷ ലഭിച്ചത്. മറ്റൊരാൾക്കാകട്ടെ ആദ്യം 17 വർഷം തടവ് ശിക്ഷ വിധിച്ചുവെങ്കിലും എന്നാൽ അത് അപ്പീലിന് ശേഷം ശിക്ഷ വീണ്ടും വെട്ടിക്കുറച്ചു. ഇതാണ് ആ നിരപരാധിയായ പെൺകുട്ടിക്ക് കിട്ടിയ നീതി. ഇതിനെ നീതി എന്ന് വിളിക്കുവാനാകുമോ? അല്ലെ, നിങ്ങൾ തന്നെ പറയൂ. ഇതുപോലെ നീതി നിഷേധിക്കപ്പെട്ട എത്രയെത്ര പെൺകുഞ്ഞുങ്ങളാണല്ലേ നമുക്ക് ചുറ്റുമുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കൂ. അതോടൊപ്പം ഈ വീഡിയോ എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.